ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം NIOS 2025 ഏപ്രിൽ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഒരു 1-2 സബ്ജക്റ്റുകൾക്കൊക്കെ ഫെയിൽ ആയി പോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവാം. അവർക്ക് ഇനി എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, അല്ലെങ്കിൽ ആ പോയ സബ്ജക്റ്റുകൾ എങ്ങനെ എഴുതിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംശയം ഉണ്ടാവും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. NIOSൽ ഇപ്പം 1-2 സബ്ജക്ട്സ് ഒക്കെ ഫെയിൽ ആയി പോയിട്ടുള്ള സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സബ്ജക്ട് മാത്രം എഴുതിയാൽ മതിയോ അതോ എല്ലാ സബ്ജക്റ്റും 5 സബ്ജക്റ്റ് മുഴുവനായിട്ട് വീണ്ടും എഴുതണോ എന്നുള്ളതാണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് എല്ലാ സബ്ജക്റ്റും എഴുതേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്നത് ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ് 5 സബ്ജക്റ്റ് ആണ് എങ്കിൽ അതിൽ ഹിസ്റ്ററി മാത്രമേ നിങ്ങൾ ഫെയിൽ ആയി പോയിട്ടുള്ളൂ എങ്കിൽ നെക്സ്റ്റ് സേ എക്സാം ആയിട്ട് നിങ്ങൾ എഴുതുമ്പോൾ ആ ഒരു ഹിസ്റ്ററി മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. സോ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ആദ്യമായിട്ട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം. പിന്നെ അവർ ചോദിക്കുന്നത് എപ്പോഴാണ് എക്സാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ എക്സാം എപ്പോഴാണ്, NIOSന് സേ എക്സാം ഉണ്ടോ, അങ്ങനെ പല ചോദ്യങ്ങളും വരുന്നത് കാരണം മിസ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. ഇപ്പൊ NIOSൽ എക്സാം വരുന്നുണ്ട്, നിങ്ങൾക്ക് സേ ആയിട്ട് എക്സാം എഴുതാം. പക്ഷേ അത് ഒക്ടോബർ ബാച്ചിന്റെ കൂടെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു എക്സാം എഴുതേണ്ടത്. സോ സേ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിന്റെ കൂടെ തന്നെ നിങ്ങളുടെ എക്സാം എഴുതാവുന്നതാണ്. ഒക്ടോബർ ബാച്ചിൽ നിങ്ങൾ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യണം അല്ലെ. അപ്പൊ ഈ എക്സാം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 23 രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 23 എക്സാമിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് ആണ് കേട്ടോ. രജിസ്ട്രേഷന്റെ ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ്. ഈ ഒരു ജൂൺ 23 വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ ഫീസ് അടച്ചിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യാം. ഇനി ഈ 23 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫൈൻ അടച്ചിട്ടായിരിക്കും ഫീസ് അടയ്ക്കേണ്ടി വരിക. സോ അതുകൊണ്ട് ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവരും എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒക്ടോബർ ബാച്ചിന്റെ കൂടെ എക്സാം എഴുതാൻ പറ്റും. സോ ഈ ഒക്ടോബർ ബാച്ചിന്റെ കൂടെ എക്സാം എഴുതാമെന്ന് പറയുമ്പോൾ പല സ്റ്റുഡൻസിനും ചിലപ്പോൾ ഈ ഒക്ടോബർ എന്ന് പറയുന്ന മാസം അത്രയും 3 മാസത്തെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. ഇപ്പൊ നമ്മളിപ്പം ജൂൺ ആയിട്ടേ ഉള്ളൂ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം വരുന്നുണ്ട്. ഈ 3 മാസം വെയിറ്റ് ചെയ്തിട്ട് ഒക്ടോബറിൽ പോയി എക്സാം എഴുതാന്ന് പറയുമ്പം ചില കുട്ടികൾക്ക് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്, നമുക്ക് അതിന് വേറൊരു സൊല്യൂഷൻ NIOS തരുന്നുണ്ട് അല്ലെ. എന്താണ്? ഓൺ ഡിമാൻഡ് എക്സാംസ്. അപ്പൊ ഓൺ ഡിമാൻഡ് എക്സാമിനെ കുറിച്ചിട്ട് മിസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഓൾറെഡി ചെയ്തതാണ്. അപ്പൊ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിലും കുഴപ്പമില്ല, മിസ് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പൊ ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയുന്നത് നമ്മളെ NIOSൽ ഇപ്പം ഇയർലി 2 ബാച്ചസ് ആയിട്ടാണ് പബ്ലിക് എക്സാം നടക്കുന്നത്. ഒന്ന് ഏതാണ്, ഏപ്രിലും മറ്റൊന്ന് ഒക്ടോബറും ആണ് അല്ലെ. അപ്പൊ ഈ 2 ബാച്ചസ് ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത് ഇയർലി. ഈ 2 ബാച്ച് അല്ലാതെ നിങ്ങൾക്ക് അതിനിടയ്ക്ക് വരുന്ന മാസങ്ങളിൽ ഓൺ ഡിമാൻഡ് എക്സാംസ് NIOS കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതേപോലെ എക്സാം ഫെയിൽ ആയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് വീണ്ടും എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ ഒരു മന്തിൽ കൺവീനിയൻസ് അനുസരിച്ച് കുട്ടികൾക്ക് എക്സാം എഴുതി പാസ് ആവാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒക്ടോബർ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് മുമ്പ് തന്നെ എക്സാം എഴുതണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാം ചൂസ് ചെയ്യാം. അത് എപ്പോഴാണ് വരുന്നതെന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് അടുത്ത ഓൺ ഡിമാൻഡ് എക്സാം വരുന്നത് ജൂലൈയിലാണ് കേട്ടോ. അതായത് നമ്മുടെ അടുത്ത മാസം തന്നെ നിങ്ങളുടെ എക്സാം ജൂലൈയിൽ വരും. അപ്പം ജൂലൈയിൽ വരുന്ന സമയത്ത് ജൂലൈ ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോൾ തന്നെ എക്സാം രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ്, ഇത്ര സബ്ജക്റ്റുകൾക്ക് ഇത്ര ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻ തരും. അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ഡേറ്റ് ചൂസ് ചെയ്യാൻ വരെ ഈ NIOSന്റെ ഓൺ ഡിമാൻഡ് എക്സാംസിലൂടെ നിങ്ങൾക്ക് പറ്റും. സോ അതുകൊണ്ട് ഓൺ ഡിമാൻഡ് എക്സാം ജൂലൈയിൽ തന്നെ എഴുതി പാസ്സാവണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജൂലൈ ഓൺ ഡിമാൻഡ് എക്സാം ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പോർട്ടലൊക്കെ ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ വഴി തന്നെ തരുന്നതാണ്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് ലഭിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഓൺ ഡിമാൻഡ് എക്സാം ജൂലൈയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി മിസ് അടുത്തൊരു കാര്യം പറയാം. ഓൺ ഡിമാൻഡ് എക്സാമിന് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് വേറെ ഒന്നും അല്ല. ഓൺ ഡിമാൻഡ്
എക്സാമിന് മലയാളം എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതായത് നിങ്ങളിപ്പം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ. ഈ മലയാളം ഓൺ ഡിമാൻഡ് എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അത് ഈ ഓൺ ഡിമാൻഡ് എക്സാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ മലയാളം നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിന് എഴുതാൻ പറ്റില്ല. പകരം എന്താണ് എഴുതാൻ പറ്റുക? പകരം എഴുതാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഹിന്ദിയാണ് കേട്ടോ. ഹിന്ദി മാത്രമേ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിന്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക, ഹിന്ദി മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഈ കാര്യം അറിഞ്ഞിരിക്കുക. കാരണം മലയാളത്തിൽ അധികം ആരും ഫെയിൽ ആയതായിട്ട് ചാൻസ് ഇല്ല. എനിവേ നിങ്ങൾക്ക് മലയാളത്തിൽ ഫെയിൽ ആയി പോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യണം? ഒക്ടോബർ ബാച്ചിൽ എക്സാം എഴുതുന്നത് തന്നെ ചൂസ് ചെയ്യണം. കാരണം നിങ്ങൾ പോയി ഓൺ ഡിമാൻഡിൽ എഴുതാമെന്ന് കരുതി കഴിഞ്ഞാൽ മലയാളം നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അത് കാരണം നിങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാം അല്ലാതെ ഒക്ടോബർ ബാച്ചിൽ തന്നെ എക്സാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓൺ ഡിമാൻഡ് എക്സാം എഴുതിക്കോളൂ എന്ന് പറയുമ്പോൾ ഓൺ ഡിമാൻഡിന് മലയാളം പറ്റില്ലല്ലോ എന്നുള്ള മിസ് പറഞ്ഞില്ലല്ലോ എന്നും നിങ്ങൾ പറയരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ സേ എക്സാം ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഒന്ന് അത് ഓൺ ഡിമാൻഡ് ആയിട്ട് ജൂലൈ മാസം, അടുത്ത മാസം നമുക്ക് ഓൺ ഡിമാൻഡ് വരുമ്പോൾ എഴുതാം. അതല്ലെങ്കിൽ ഒക്ടോബർ ബാച്ചിന്റെ കൂടെ എഴുതാം. ഇനി ഒക്ടോബർ ബാച്ചിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജൂൺ 23 വരെ മാത്രമേ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടൈമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സേ എക്സാം എഴുതാനുള്ളവർക്ക് ഒക്ടോബർ ബാച്ച് ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫൈൻ ഇല്ലാതെ ഫീസ് അടയ്ക്കണമെങ്കിൽ ഇന്ന് തന്നെ ഇപ്പൊ എത്ര ഡേറ്റ് ആയി? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഒക്ടോബർ ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, 3 മാസം മുന്നിൽ കിടക്കുന്നുണ്ട്. ആ 3 മാസം കൊണ്ട് പഠിച്ച് തീർക്കാനുള്ള രീതിക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു ക്രാഷ് കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. 3 മാസത്തിനുള്ളിൽ പോയ വിഷയം പഠിച്ച് ഞാൻ പാസ്സാവും എന്നുള്ള ഒരു ഇത് നിങ്ങളെ ഉള്ളിൽ ഉണ്ടാവണം. അതനുസരിച്ച് ഇരുന്ന് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സേ എക്സാം എഴുതി വീണ്ടും നിങ്ങൾക്ക് ഫെയിൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇതേപോലെ തന്നെ NIOSന്റെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ NIOS സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിസ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്യാം. സോ അതിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്